പേജ് നമ്പർ 130ലെ പ്രവൃത്തി പരിചയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നോക്കാം. 90നെ 15 കൊണ്ടാണ് ഹരിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? 15ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 15 = 3 × 5 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 അല്ലെങ്കിൽ 5 ഉപയോഗിച്ച് 90നെ ഡിവൈഡ് ചെയ്യാം. 90നെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. കാരണം ചിലപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമായിരിക്കും, ചിലപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമായിരിക്കും. ഇവിടെയുള്ള കേസിൽ 3 കൊണ്ടും 5 കൊണ്ടും നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 90നെ 5 കൊണ്ട് ഹരിച്ചാലാണോ 90നെ 3 കൊണ്ട് ഹരിച്ചാലാണോ മനക്കണക്കായിട്ട് ചെയ്യാൻ കഴിയുക എന്നാണ് നോക്കേണ്ടത്. 90നെ 3 കൊണ്ട് ഹരിക്കാനാണ് എളുപ്പം. കാരണം 3 × 3 9 ആണ്. 3 × 30 ആയിരിക്കും 90 വരുന്നത്. 90 ഹരിക്കണം 3 = 30 ആണ് കിട്ടുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവിടെ 2 ഫാക്ടേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് 3 ആയിരുന്നു, മറ്റൊന്ന് 5 ആയിരുന്നു. 3 കൊണ്ടാണ് നമ്മൾ 90യെ ഡിവൈഡ് ചെയ്തത്. ബാക്കി വരുന്നത് എന്താണ്? 5 ആണ്. അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് 30നെ 5 കൊണ്ട് ഹരിക്കുകയാണ്. അങ്ങനെ ഹരിക്കുമ്പോൾ 6 ആണ് ആൻസർ കിട്ടുന്നത്. 90നെ 15 കൊണ്ട് ഹരിക്കുന്നതിന് പകരമായിട്ട് 30നെ 5 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയത് 6 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 90നെ 15 കൊണ്ട് ഹരിക്കുന്നതിന് ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം വരുന്നത് 900നെ 18 കൊണ്ട് ഹരിക്കാനാണ്. ആദ്യം 18ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കാണണം. 2 രീതിയിൽ ചെയ്യാം. 2 × 9 18 ആണ്. അല്ലെങ്കിൽ എന്താണ് വരുന്നത്? 6 × 3 18 ആണ്. ഇവിടെ കുറച്ചുകൂടി എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് 2 × 9 ആണ്. കാരണം അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 900നെ 9 കൊണ്ട് ഹരിക്കാം. വളരെ ഈസി ആയിട്ട് ഹരിക്കാം. 900നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 100 ആയിരിക്കും നമുക്ക് ലഭിക്കുന്ന ആൻസർ. പിന്നീട് എന്താണ്? 9 നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് 100നെ 2 കൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിൽ ഹരിക്കേണ്ടത്. 100നെ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 100ന്റെ പകുതി ആയിരിക്കും അല്ലേ? ആൻസർ കിട്ടുന്നത് എത്രയാണ്? 50 ആണ്. 100ന്റെ പകുതി 50 ആണ്. വളരെ എളുപ്പത്തിൽ കിട്ടി. 6 × 3 ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ 3 സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ 900നെ 3 കൊണ്ടായിരിക്കും ഹരിക്കേണ്ടത്. കിട്ടുന്നത് 300 ആണ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? 300നെ ബാക്കി വരുന്നത് എന്താണ്? 6 ആണ്. 6 കൊണ്ടാണ് ഹരിക്കേണ്ടത്. 300നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ്? 50. 6 × 5 30, ഒരു 0 കൂടി ചേർക്കുമ്പോൾ 300 ആയി. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത് ഉപയോഗിച്ച് ചെയ്യുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 160 ഹരിക്കണം 32 ആണ്. ഇവിടെ 2 രീതിയിൽ ചെയ്യാം. 32 = 8 × 4 ആണ്. ഇവിടെ 8 ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 4 ഉപയോഗിക്കാം. 2 ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? 160നെ 8 കൊണ്ട് ഹരിക്കാം, അല്ലെങ്കിൽ 160നെ 4 കൊണ്ട് ഹരിക്കാം. 160നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 20 ആണ് കിട്ടുന്നത്. 2 × 8 എങ്ങനെയാണ് കിട്ടുന്നത്? 20 × 8 അല്ലേ? 2 × 8 എത്രയാണ്? 16 ആണ്. ഒരു 0 ചേർത്ത് കഴിഞ്ഞാൽ 160. അതേപോലെ 160നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് 40 ആണ്. എന്തുകൊണ്ടാണ്? 40 × 4 ശരിയല്ലേ? 4 × 4 16, പിന്നീടുള്ള ഒരു 0 ചേർക്കുമ്പോൾ 160. 8 നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യേണ്ടത് 4 ആണ്. 20നെ 4 കൊണ്ടാണ് ഇവിടെ ഹരിക്കുന്നത്. ഇവിടെയാണെങ്കിലോ 40നെ 8 കൊണ്ടാണ് ഹരിക്കുന്നത്. 20നെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എത്രയാണ്? 5 × 4 ആണ് 20 വരുന്നത്. 5 ആണ് ആൻസർ കിട്ടുന്നത്. 5 × 4 ആണ് 20. അതേപോലെ തന്നെ ഇവിടെയോ 8 × 5 ആണ് 40 വരുന്നത്. ആൻസർ എന്താണ്? 5 ആണ്. 2 രീതിയിൽ ചെയ്താലും കിട്ടുന്നത് 5 തന്നെയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 168 ഹരിക്കണം 24. 24നെ ഫാക്ടേഴ്സ് ആക്കി മാറ്റുമ്പോൾ 4 × 6 24 ആണ്. ഈ 4നെ ഒന്നുകൂടെ ഞാൻ മാറ്റി എഴുതാൻ പോവുകയാണ്. 2 × 2 × 6. 2 × 2 4, 4 × 6 24. പിന്നീട് ചെയ്യുന്നത് 168നെ ആദ്യമായിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് ഇവിടെയുള്ള ആദ്യത്തെ 2 കൊണ്ട്. 168ന്റെ പകുതിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എളുപ്പമാർഗം എന്താണ്? 8ന്റെ പകുതി എന്താണ്? 4. പിന്നീട് 16ന്റെ പകുതി വരുന്നത് 8.
84 പ്ലസ് 84 168 ആണ്. പിന്നീട് എന്ത് ചെയ്യണം? 84നെ വീണ്ടും ഒരു 2 കൂടെ ഉണ്ട് അല്ലേ? 84 ഹരിക്കണം 2. 84നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4ൻ്റെ പകുതി 2, 8ൻ്റെ പകുതി 4, 42. 84ൻ്റെ പകുതിയാണ് 42 വരുന്നത്. ബാക്കി വരുന്നത് എന്താണ്? 6 ആണ്. 42നെ വീണ്ടും 6 കൊണ്ട് ഹരിക്കുക. 6 ഇൻറ്റു 7 42. ഗുണനപ്പട്ടിക എല്ലാവർക്കും അറിയാം. 42നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് 7. ഇവിടെയുള്ള ആൻസർ എന്തായിരിക്കും? 7 ആയിരിക്കും. 210 ഹരിക്കണം 42 ആണ്. 42ൻ്റെ ഫാക്ടേഴ്സ് എഴുതാം. 6 ഇൻറ്റു 7. 7 നമുക്ക് എടുക്കാം. 210നെ 7 കൊണ്ട് ഹരിച്ചു നോക്കാം. 210നെ 7 കൊണ്ട് ഹരിക്കാൻ എളുപ്പമാണ്. കാരണം 3 ഇൻറ്റു 7 21 ആണ്. 30 ഇൻറ്റു 7 210. അതുകൊണ്ട് 210നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 30 ആണ് കിട്ടുന്നത്. ഓക്കെ, 7 ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു. അടുത്ത എന്താണ്? 30നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 30 ഹരിക്കണം 6 ആണ് അടുത്തായിട്ട് കാണേണ്ടത്. 6 ഇൻറ്റു 5 ആണ് 30 വരുന്നത്. 30നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ആൻസർ കിട്ടുന്നത് 5 ആണ്. ഇവിടെ ആൻസർ വരുന്നത് 5 ആണ്.